പറഞ്ഞതുകൊണ്ടാണ്. എന്നെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. എന്നെ കുറിച്ച് ഉള്ളിലേക്ക് പോ ഉള്ളിലേക്ക് പോ ഉള്ളിലേക്ക് പോ ഉള്ളിലേക്ക് പോ ഉള്ളിലേക്ക് നിൽക്ക്. നേരത്തെ നിങ്ങൾ ചോദിച്ചല്ലോ കൊല്ലത്ത് കൊട്ടിയത്ത് എവിടെയെന്ന്. മയ്യനാടാണ് കേട്ടോ. എന്താ ഇത് കേട്ടോ. അല്ലല്ല ചാനലല്ല, ആ സംഭവം പറയണം, ഡീറ്റെയിൽസ് പറയണം. അവിടെ കൊല്ലത്തിന്റെ എംപി ഉൾപ്പെടെയുള്ളവർ പോയി കൊല്ലത്തിന്റെ എംപി പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പോയി ആ തടങ്കൽ പാളയവുമായി ബന്ധപ്പെട്ട നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യപ്പെടുന്ന പിണറായി വിജയന്റെ ഇരട്ടത്താപ്പ് നയം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വീഡിയോ. എന്റെ സംശയം അതല്ല, നിലവിൽ NPR കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല. ആസാം എന്ന സംസ്ഥാനത്തിന് പുറത്ത് മറ്റൊരു സംസ്ഥാനത്തും NPR കൊണ്ടുവന്നിട്ടില്ല. ആ NPR കൊണ്ടുവരുന്നതിന് മുമ്പ് ഏതു വകുപ്പിൽ ഏതു ചട്ടപ്രകാരം? അതാണ് ചോദ്യം. അതാണ് ഞങ്ങളുടെ ചോദ്യം. NK പ്രേമേന്ദ്രൻ സ്ഥലത്ത് പോയി ചോദിച്ചത്രയാണ്. NRC നടപ്പിലാക്കിയിട്ടില്ല, NPR വന്നിട്ടില്ല, പൗരത്വ രജിസ്റ്റർ പുതുതായിട്ട് നിങ്ങൾ. എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുമ്പോൾ അത് ഈ NRC വെച്ചിട്ടോ NPR വെച്ചിട്ടോ ആണ് അവിടെയാണ് പ്രശ്നം. എന്നിട്ട് പോലും അമിത്ഷായെ തൃപ്തിപ്പെടുത്താൻ തടങ്കൽ പാളയം ഇന്ത്യ രാജ്യത്ത് ആസാം കഴിഞ്ഞാൽ രണ്ടാമത്തെ തടങ്കൽ പാളയം കൊല്ലം ജില്ലയിലെ നമ്മുടെ കയ്യിൽ. അങ്ങനെ പറയരുത്. കാണിക്കപ്പെടുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞത് അരുൺകുമാർ ഒരു പത്രപ്രവർത്തനാണല്ലോ. NPRോ NRCയോ നടപ്പാക്കാൻ ഒരു ജയിലും കേരളത്തിലില്ല. കേരളത്തിലെന്നല്ല, പിണറായി വിജയൻ സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. മയ്യനാട് തുടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ? പാളയമുണ്ടോ ഇല്ലയോ? NRC ഇല്ല എന്നതാണ് എന്റെ പക്ഷം. ഞാൻ പറയുന്നു കൊല്ലത്ത് മയ്യനാട് തടങ്കൽ പാളയം പണി തുടങ്ങിക്കഴിഞ്ഞു, നിർമ്മാണം പൂർത്തിയാക്കി. സുരേഷ് കുമാർ വളരെ ഗുരുതരമായ കാര്യമാണ്. ഞാൻ ഈ ചർച്ചയിൽ അദ്ദേഹം ഉന്നയിച്ച മുഖ്യമന്ത്രിയുമായി കണക്ട് ചെയ്ത് ഒരു വാചകം അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞ് ഞാൻ തുടങ്ങാം. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് കള്ളം പറയുന്നതിനെ സംബന്ധിച്ചാണ്. കള്ളം പറയുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും വേണ്ടി മാത്രമാണ് കഴിഞ്ഞ കുറച്ച് കാലമായി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വാ തുറക്കുന്നത്. വ്യക്തിപരമായ അധിക്ഷേപം നടത്താനാണ് ഭാവമെങ്കിൽ എന്നെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. എന്താണ് സാർ ഇത്? നിങ്ങൾ ഉള്ളിലേക്ക് പോ, നിങ്ങൾ പളമിക്കല്ലേ. ഉള്ളിലേക്ക് പോ. എന്നെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ഈ നിൽക്കുന്ന CPM-നെ പ്രതിനിധീകരിച്ച് വരുന്ന ആളും ഉള്ളിലേക്ക് നിങ്ങൾ പറഞ്ഞോ. CPM-നെ പ്രതിനിധീകരിച്ച് വരുന്ന ആളും കള്ളം പറയാൻ വേണ്ടി മാത്രം വന്നതെന്നുള്ള വ്യക്തിപരമായ പരാമർശത്തിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. മാണിക് സർക്കാരിന് ജനിക്കാത്ത മക്കളെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് BJP-യിൽ ചേർത്ത നേതാവാണ് ഇദ്ദേഹം. മാണിക് സർക്കാർ, ത്രിപുരയുടെ മുൻ മുഖ്യമന്ത്രി മാണിക്. നിങ്ങൾ പറഞ്ഞോ. ഒരുപാട് ഒരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. ഒരു നിമിഷം. നമ്മളൊരു ചെറിയ ഇടവേളയ്ക്ക് പോകുന്നു. ഇടവേള കഴിഞ്ഞ് തിരിച്ചു വരാം. കുരുക്ഷേത്രം തുടരുന്നു. നെടുമങ്ങാട് നിന്നും.